നമസ്കാരം. ഇന്നത്തെ പത്രത്തിലൂടെ ഒന്നാമത്തെ പേജിലായിട്ട് വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്ന പിഴവുകൾക്ക് വില 18 ജീവൻ. ഡൽഹി ദുരന്തത്തിനെ കുറിച്ചിട്ടാണ്. ഇന്നലെ തിക്കിരും തിലക്കിനും പെട്ട് 18 ജീവനുകളാണ് ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പൊലിഞ്ഞത്. കുംഭമേളയ്ക്ക് വന്ന ആൾക്കാരുടെ തിക്കും തിരക്കുമാണ് ഉണ്ടായത്. അതിൻ്റെ വാർത്തയാണ് ഒന്നാമത്തെ പേജിൽ ഇടത് ഭാഗത്തായിട്ട്. അതിൻ്റെ ഒരു വലിയ ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്, വിഷ്വലും. വലതു ഭാഗത്തായി ബാങ്ക് കവർച്ചയിലെ പ്രതി പിടിയിൽ. നമ്മൾ ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞ സാറ്റർഡേയിൽ ന്യൂസ് പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്ന പോലെ പ്രതി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പ്രതി പറഞ്ഞ? ക്യാഷ് കിധർ ഹേ ചാവി ലേലോ എന്ന് പറഞ്ഞ പ്രതി ഹിന്ദിക്കാരനല്ല, പക്ക മലയാളിയാണ്. തൊട്ടടുത്ത് 1.5 കിലോമീറ്ററിന് അപ്പുറത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. പുള്ളി ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ബാങ്കിൻ്റെ നിന്നും 2,90,000 രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അടയ്ക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടായിരിക്കാം പലതവണ നേരത്തെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു പഠിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ പോട്ട ശാഖയിലാണ് മോഷണം നടത്തിയത്. 15,20,000 രൂപയാണ് മോഷ്ടിച്ചത്. താഴെ നാട് കടത്തൽ ഇന്ത്യക്കാരോടുള്ള നയം മാറ്റാതെ US. കഴിഞ്ഞ പ്രാവശ്യവും കൊണ്ടുവന്ന പോലെയാണ് ഈ പ്രാവശ്യവും ആൾക്കാരെ, ഡിപ്പോർട്ടീസിനെ, കുടിയേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത്. ഈ പ്രാവശ്യവും ചങ്ങലയിട്ടാണ്. എന്നിട്ടും ചങ്ങലയിട്ടാണ് ഈ പ്രാവശ്യവും ഇന്ത്യക്കാരെ എത്തിച്ചിരിക്കുന്നത്. രണ്ടാം വിമാനത്തിലും പുരുഷന്മാർക്ക് കൈവിലങ്ങും കാൽ ചങ്ങലയും. ഇന്ത്യ അതൃപ്തി അറിയിച്ചതും ഫലം കണ്ടില്ല. ഈ അതൃപ്തി എങ്ങനെയാണ് അറിയിച്ചത്? എന്തിനാണ് ഈ ജനങ്ങളെ ചങ്ങലയിലിട്ട് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവരെ കുടിയേറ്റക്കാരെ അനധികൃതമായി താമസിക്കുകയാണെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, അവരെ കയറ്റി അയക്കുക. അതിനപ്പുറത്തേക്ക് ചങ്ങല ഇടുന്ന എന്തിനാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു സംശയം. മൂന്നാം വിമാനവും എത്തി. അനധികൃത കുടിയേറ്റക്കാരായ 112 പേരുമായി US നിന്നുള്ള മൂന്നാമത്തെ വിമാനം ഇന്നലെ രാത്രി 10-ന് പഞ്ചാബിലെ അമൃത്സറിലെത്തി. ഇതുവരെയും കേരളത്തിലുള്ളവർ ഇതുവരെയും വന്നിട്ടില്ല. കേരളത്തിലെ ആരും ഇതുവരെയും വന്നതായിട്ട് നമുക്കറിവില്ല. അതാണ് ആ വാർത്ത. ന്യൂസ് ഫസ്റ്റ് ഈ ആഴ്ച കൂടി വായനക്കാർക്ക് ഇരുചക്ര വാഹനങ്ങളും സ്വർണ്ണ നാണയങ്ങളും സ്മാർട്ട് വാച്ചുകളും ഒക്കെ ഉൾപ്പെടെയുള്ള കാണുന്ന കാര്യങ്ങൾ ഓരോ നമ്മുടെ രാവിലെ നമ്മുടെ പത്രം അങ്ങ് കീറിപ്പോയി. ഗേറ്റിൻ്റെ ഇടയ്ക്ക് വീണുപോയി. ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് പത്രത്തിൻ്റെ സൈഡ് അങ്ങ് പോയി. ഈ നീക്കുന്ന ഗേറ്റ് ആയതൊരു പ്രോബ്ലം ആയിപ്പോയി. സോറി. പത്രം കാണുന്നവർക്ക് അത് കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. എനിക്കും വിഷമമുണ്ടായി. പത്രം നോക്കാതെ കൃത്യമായിട്ട് എടുത്തില്ല. പ്രാദേശികം പേജ് രണ്ടാമത്തെ പേജിൽ പ്രാദേശികം രണ്ടാമത്തെ പേജിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പായിട്ട് നിശാഗന്ധിയിൽ നൃത്തോത്സവത്തിനെ കുറിച്ചുള്ളൊരു പിക്കാണ് കൊടുത്തിരിക്കുന്നത്. സാന്ദ്ര പിഷാരടിയുടെ നൃത്തോത്സവത്തിൻ്റെ ഒരു പിക്കാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ടോപ്പിൽ പോങ്ങുമൂട് ജല അതോറിറ്റി ഓഫീസിലെത്തി ആളെ മർദ്ദിച്ച സംഭവം, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വാട്ടർ ചാർജ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചോദിക്കാനും കണക്ഷൻ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് തിരക്കാനും വന്ന ആളെ മർദ്ദിച്ചതെന്നാണ് പരാതി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള, കാരണം ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര വിലയായി. നമ്മൾ 585 രൂപ, 300-350 രൂപ അടച്ചുകൊണ്ടിരുന്നത് ഇപ്പം 1585 രൂപയാണ് വാട്ടർ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഇത് പോകുമ്പോഴാണ് നമ്മൾ വട്ടൂർക്കാവാണ്. പ്രജനനകാലം തിരുത്തേക്ക് കടലാമകൾ മുട്ടയിടുന്ന സമയമാണെന്ന് തോന്നുന്നു. മുട്ടയാണ് ഞാൻ പൊട്ടത്തരം പറഞ്ഞതാണോ നോക്കട്ടെ. മുട്ടയിടയിലാണ്, സോറി. ഓക്കെയാണ്. ഇരുമ്പ് ക്യാമ്പ് വീണ് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കുന്ന പരാതി. അതിനുശേഷം അരുവിപ്പുറം പ്രതിഷ്ഠാ വാർഷികം കൊടിയെത്തിക്കാൻ പള്ളിവിളാകത്തെ വീട്. കരമനയാറിലെ മാലിന്യം നീക്കണം, പ്രതിഷേധിച്ചു കോൺഗ്രസ്. അപ്പോൾ കരമനയാറിൽ മാലിന്യം തള്ളുന്നതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ് റൈറ്റ് സൈഡിൽ. MLAയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. കിഴക്കേക്കോട്ടയിലെയും കേശവദാസപുരത്തെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ MLAമാരുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്തിനാണാവോ? MLAമാർക്ക് ഏത് MLA ആയാലും അവർക്ക് ഫണ്ട് കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനല്ലേ. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും. അപ്പോൾ നഗ്ന ചിത്രങ്ങൾ പകർത്താൻ ശ്രമം, യുവാവ് അറസ്റ്റ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ മൊബൈൽ പകർത്താൻ ശ്രമിച്ച ആളെ കഠിനകുളം പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയാണ് ലെഫ്റ്റ് സൈഡിൽ. ഗോഡൌണിൽ തീപിടുത്തം. തിരുവനന്തപുരം വഞ്ചൂരിൽ UK ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഗോഡൌണിൽ തീപിടുത്തം. സംഘർഷം, ഒരാൾക്ക് വെട്ടേറ്റു. തിരുവനന്തപുരം കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. പോത്തൻകോടാണ്. വള്ളങ്ങൾ കത്തി നശിച്ച ശംഖുമുഖം ബീച്ചിന് സമീപം മാലിന്യത്തിന് തീ പിടിച്ചതാണോ തീയിട്ടതിന്
തുടർന്ന് 2 വള്ളങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച ഒരു വാർത്തയാണ്. പിന്നെ റോട്ടറി ക്ലബിൻ്റെ ഒരു വാർത്ത. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. വയോജന സംഗമം വേളിയിൽ, കുടുംബസംഗമം വിളവുർക്കൽ. അപ്പം അങ്ങനെയുള്ള കുറച്ച് വാർത്ത. ധനമന്ത്രിക്കെതിരെ ആശാവർക്കർ മന്ത്രി അധിക്ഷേപിച്ചെന്ന് പ്രതിഷേധം ശക്തം. ആശാവർക്കർമാർ അധിക്ഷേപിച്ചതായിട്ട് ധനമന്ത്രിക്കെതിരെ ആശാവർക്കർമാർ പ്രതിഷേധം ശക്തമാക്കുന്നു. CPMൻ്റെ സ്ത്രീകളോടുള്ള സമീപനമാണ് പുറത്തു വന്നതെന്ന് അസോസിയേഷൻ. ധനമന്ത്രി മാപ്പ് പറയണം എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു പ്രക്ഷോഭമുണ്ടായിരുന്നു. ആശാവർക്കർമാർക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഇൻസെൻറ്റീവ് അവകാശവാദവുമായി മന്ത്രി. ആറ്റുകാൽ പൊങ്കാല ആഘോഷമാക്കാൻ കലാപരിപാടികൾ. പ്രാദേശിക 3-ാമത്തെ പേജിൽ മുകളിലായിട്ട് അതാണ് വാർത്ത. ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു മന്ത്രി. ആശ അംഗനവാടി ജീവനക്കാർക്ക് ക്യാൻസർ സ്ക്രീനിങ് ഇന്നും നാളെയും. അതാണ് വാർത്ത. കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം 25 മുതൽ തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രത്യേക ബസ് സർവീസ് നടത്തും. നമുക്ക് കൈകോർക്കാം യുവ കവിക്ക് വേണ്ടി. അഭി അഞ്ജന. സുമനസ്സുകളുടെ സഹായം തേടി അഭി അഞ്ജന. തലമുറകളുടെ രൂപീകരണത്തിൽ കുടുംബത്തിന് വലിയ പങ്ക്. മാർത്തോമ മെത്രോപൊലിത്ത. അതുപോലെ തന്നെ താഴെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് തുടക്കമിട്ട് മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ യജ്ഞാചാര്യൻ ഗണേഷ് ലക്ഷ്മി നാരായണൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റുന്നു. ചെങ്കൽ മഹേശ്വര ശിവക്ഷേത്രത്തിൻ്റെ ഒരു വാർത്തയാണ് താഴെ കൊടുത്തിരുന്നത്. കരാർ റദ്ദാക്കിയതിനെതിരെ അപ്പീലും തള്ളി. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി. വർത്തമാനം പേജിലാണ്. മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണം പ്രഖ്യാപനം വാക്കിൽ മാത്രം. RRT ശക്തിപ്പെടുത്തൽ പദ്ധതി ധനവകുപ്പ് വെട്ടി. റൈറ്റ് സൈഡിലായിട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് 6 മാസത്തിന് നടപ്പാക്കും മന്ത്രി ശിവൻകുട്ടി. KSDA സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പരിശീലനത്തിൻ്റെ ഭാഗമായി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പിലാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. താഴെ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. മുംബൈയിലെ ഫ്ലാറ്റിൽ തീപിടുത്തം, 2 മരണം. പെരിയ ഇരട്ടക്കൊല വിധി വന്ന് 1.5 മാസം തികയും മുമ്പേ 2 പ്രതികൾക്ക് പരോൾ നൽകാൻ നീക്കം. കൊള്ളാം, അത് നല്ല കാര്യം. അവതാരകനെ മർദ്ദനമേറ്റ സംഭവം. മർദ്ദിച്ചത് CPM ഏരിയ സെക്രട്ടറി. അതാണ് ആ വാർത്ത. ഹരിത പദവിയിലേക്ക് ഗ്രന്ഥശാലകൾ കീറിപ്പോയത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഹരിത പദവിയിലേക്ക് ഗ്രന്ഥശാലകൾ എന്നുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. വൃച്ചിൽ അറസ്റ്റ് തട്ടിപ്പ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. റൈറ്റ് സൈഡിലായിട്ട് വർത്തമാനത്തിൽ തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ്സിന് പുതിയ കോച്ചുകൾ. ക്രഷ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം. മനുഷ്യജീവൻ ആപത്തുണ്ടാക്കുന്ന ആചാരാനുഷ്ഠാനം ഒഴിവാക്കണം. സത്സംഗങ്ങളുടെ സമാപന സമ്മേളനം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ് ഉദ്ഘാടനം ചെയ്തു. ഇതിനെക്കുറിച്ച് ലൈറ്റിംഗ് തയ്യാർ 5 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. സോഫ്റ്റ് ബോൾ എറണാകുളം ഫൈനലിൽ. SSLC മോഡൽ പരീക്ഷ ചോദ്യപേപ്പർ അടിയന്തരമായി എത്തിക്കണം KPSDA. 10 വയസ്സുകാരന് ലൈംഗിക പീഡനം, പ്രതിക്ക് 20 വർഷം കഠിന തടവ്. അങ്ങനെയുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. പാതി വില തട്ടിപ്പ് അന്വേഷണം വ്യാപിപ്പിച്ച് ED. വയനാടിന് കേന്ദ്ര ഫണ്ട് 15 ദിവസക്കടമ്പ സാങ്കേതികമായി കടക്കാൻ കേരളം. സർക്കാരിൻ്റെ മദ്യനിർമ്മാണശാലയ്ക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ നടപടി. പദ്ധതി രേഖ മാറ്റി സമർപ്പിക്കാൻ നിർദ്ദേശം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഉക്രൈൻ യൂറോപ്യൻ നേതാക്കളുടെ ചർച്ച ഇന്ന്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ $2 കോടി ഗ്രാൻഡ് ട്രംപും മസ്കും വെട്ടി. അതിൻ്റെ വാർത്തയാണ് താഴെ. തരൂരിനെ പിന്തുണച്ച് ഫോർവേഡ് ബ്ലോക്ക്. വ്യക്തിപരമായ അഭിപ്രായം പറയാൻ തരൂർ സ്ഥാനമൊഴിയട്ടെ ഹസൻ. തരൂർ ഇന്നലെ പറഞ്ഞതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വ്യവസായ മേഖല മെച്ചപ്പെട്ടത്, CPMൻ്റെ കാലത്ത് വ്യവസായ മേഖല മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞത്. തരൂർ ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം നിന്നുകൊണ്ട് മറുപടി പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ പൊതുവായ കാര്യങ്ങൾ, കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പൊതുവായ അഭിപ്രായങ്ങൾ പറയാം. എന്നാലും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതനാകില്ല ആരും. രാഷ്ട്രീയത്തിന്
അഭിമതനായി വന്നു കഴിഞ്ഞാൽ അവർ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. വ്യവസായ മേഖല റൈറ്റ് സൈഡിൽ ചാലക്കുടി ബാങ്ക് കവർച്ച ആഡംബര ജീവിതം ആരും സംശയിച്ചില്ല, ചർച്ചകൾ പങ്കാളിയായി പ്രതി. അപ്പം അതൊരു ആസൂത്രണ ഇതാണെന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ ചാലക്കുടിയിലെ ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെ കവർച്ചയെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് ഇട്ടേക്കുന്നത്. വ്യവസായ മേഖല മെച്ചപ്പെട്ടത് UDF കാലത്തെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കുറുക്കന്മാർ മേജിരുന്ന കാക്കനാടിനെ IT ഹബ്ബാക്കിയത് UDF സർക്കാർ. സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വെല്ലുവിളിച്ച് കെ. സുധാകരൻ. കേരളത്തിൻ്റെ പുരോഗതി പറയുന്നതിൽ ചിലർക്ക് പ്രയാസം, മുഖ്യമന്ത്രി. തരൂരിനെ പഴിക്കുന്നതിലൂടെ കോൺഗ്രസ് നാടിനെതിരാകുന്നത് LDF. വ്യക്തിപരമായ അഭിപ്രായം പറയാൻ അത് പറഞ്ഞു. നമ്മൾ തകർന്ന വലതുപക്ഷത്തിൻ്റെ നുണക്കോട്ട ബിനോയ് വിശ്വം. അപ്പോൾ എല്ലാവരും തരൂരിനെ LDF മുഴുവൻ തരൂരിനെ അനുകൂലിച്ച് വന്നിരിക്കുകയാണ്. തരൂരപ്പം LDFിലേക്ക് മാറാനുള്ള ഒരു സംഭവമാണ് എനിക്കിതിൽ നിന്ന് തോന്നുന്നത്. പലതവണയും തരൂർ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു. തരൂരിന് രാഷ്ട്രീയം ആയിട്ടുള്ള വലിയ ഇതൊന്നുമില്ല. തരൂരിന് നയതന്ത്രമാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി എഡ്യൂക്കേഷൻ പേജാണ്. എഡ്യൂക്കേഷൻ പേജിൽ NIBM സെലക്ഷൻ 2 ഘട്ടമായി ബാങ്ക് മാനേജ്മെൻറ്റിൽ മികച്ച PG പ്രോഗ്രാം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ കാര്യങ്ങൾ, MBA, പവർ മാനേജ്മെൻറ്റ്, DNB പ്രവേശന പരീക്ഷ, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ടോപ്പിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ UGC കരട് ചട്ടം, അധ്യാപക നിയമനം, യോഗ്യത സംബന്ധിച്ച വ്യവസ്ഥയെപ്പറ്റി വിമർശനം, യോഗ്യതകൾക്ക് ഏകീകൃത സ്വഭാവം ഇല്ലാതാകുമെന്ന് ആക്ഷേപം. BJP പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാർച്ചിലേക്ക് മാറ്റിയേക്കും. ശബരിമല അതോറിറ്റി ആദ്യ ലക്ഷ്യം മാസ്റ്റർ പ്ലാൻ പൂർത്തീകരണം. വിവാദമായി വികടൻ കാർട്ടൂൺ വിലക്കിയില്ലെന്ന വിശദീകരണം. വെബ്സൈറ്റ് മൊബൈൽ ഫോണിൽ കിട്ടാതായത് പ്രശ്നമായി. ഫിലിം പോർട്രേറ്റ് ആണ്. മീര നായർ അടുത്ത സിനിമ എടുക്കുകയാണ്. അനുപം അമൃത ഷെർഗിൽ. ക്ലാസ്സിൽ വേണോ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് പാഠം, ഗിറ്റാറും പാട്ടുമായി വന്നു, കണ്ടു, കീഴടക്കി. അങ്ങനെയുള്ള കുറച്ച് വാർത്തകളാണ് താഴെ കിടക്കുന്നത്. കാഴ്ചപ്പാട് പേജിൽ ലെഫ്റ്റ് സൈഡിൽ ആ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയും, സിൽവർ ലൈൻ ഉപേക്ഷിച്ചെന്ന് തെളിച്ചു പറയണം. അപ്പോൾ ഉപേക്ഷിച്ചില്ലേ എന്ന് പറയാതെ ഇരിക്കുകയാണ്. ഇപ്പോഴും മഞ്ഞക്കുറ്റികൾ ഇട്ടിരിക്കുകയാണ്, അതൊക്കെ പിഴുതെറിയണം എന്നുള്ള ഒരു മുഖപ്രസംഗമാണ്. കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് പേജിലുള്ള ഫസ്റ്റ്. അതുപോലെ തന്നെ മുകളിൽ ടോപ്പിലായിട്ട് വന്യജീവി ആക്രമണം 5 വർഷത്തിനിടെ കൊല്ലപ്പെട്ടവർ 460 പേർ. അപ്പോൾ ജില്ല തിരിച്ചുള്ള കണക്കുകളും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾ നാട് കയറുന്നു, മനുഷ്യർ കുടിയിറങ്ങുന്നു, മൃഗവിളയാട്ടം. 15 വർഷം നാട് വിട്ടത് 400 കുടുംബങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാലിയായി 301 കോളനി, ആളില്ലാതെ 300 വീടുകൾ, നഞ്ചയും പുഞ്ചയും നിറഞ്ഞ വയലായിരുന്നു. ഇപ്പം അത് കാട് കയറി കിടക്കുകയാണ്. കാരണം ജനങ്ങൾ ഭയന്ന് നാട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. വിമതനാഴ്ച കുറിപ്പുകളിനകത്ത് കണ്ണടച്ച് വായിക്കുന്നതും കണ്ണ് തുറന്നാൽ കാണുന്നതും, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ ഒരു കോമഡി ആയിട്ടാണ് ആ ഒരു ലേഖനം കൊടുത്തിരിക്കുന്നത്. നേർക്കാഴ്ച പേജിൽ ലെഫ്റ്റ് ടോപ്പിൽ ചാറ്റ് GPT എതിരാളി AI യുദ്ധം മുറുകും, മസ്കിൻ്റെ ഗ്രോക്ക് 3 നാളെ പുറത്തിറങ്ങും. നാടുകടത്തിൽ 2ാം വിമാനത്തിലും ബന്ധനം, വിലക്കില്ലാതെ വിലങ്ങ്. അപ്പോൾ വിലക്ക് ഇടുന്നത് എന്തിനാണ്? അങ്ങനെ വിലക്ക് ഇട്ടതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്തയാണ്. ഇന്ത്യയുടെ ആശങ്കകൾ ചെവിക്കൊള്ളാതെ US. എതിർപ്പുമായി വീണ്ടും പഞ്ചാബ് മുഖ്യമന്ത്രി. ദൽജിത് സിംഗിൻ്റെ ദുരിതകഥ, വളഞ്ഞ വഴിയിലൂടെ യാത്ര, ജീവിത വഴി അടഞ്ഞു, ക്യാമ്പിൽ കിട്ടിയത് ഒരു കുപ്പി വെള്ളവും ഒരു കൂട് ചിപ്സും ഒരു ആപ്പിളും മാത്രം. അപ്പോൾ അവരുടെ ഓരോന്നും പറയുന്നത്. താഴെ ന്യൂഡൽഹി അപകടം നടന്ന കാര്യമാണ്. ഇന്നലത്തെ അപകടത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇന്നലെയും യാത്രക്കാരുടെ വൻ പ്രവാഹം, ദുരന്തപ്പിറ്റേന്ന് മാൾക്കൂട്ടപ്പാച്ചിൽ, മെഞ്ഞാന്നായിരുന്നു രാത്രിയെന്ന അപകടവും തോന്നുന്നു. പക്ഷേ 1 മണിക്കായിരുന്നു അപകടം. ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ, ഭക്ഷണപ്പൊതികൾ. കഴിഞ്ഞ രാത്രി അപകടത്തിന് ശേഷമുള്ള സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. അപ്പോൾ അതാണ് തിരക്ക് കണ്ട് മടങ്ങി ജീവൻ തിരിച്ചു കിട്ടി. അനാസ്ഥ കാട്ടി റെയിൽവേ മന്ത്രി രാജിവെക്കണം കോൺഗ്രസ്. തലയിൽ ആണ് കയറി അവൾ മരിച്ചു, അച്ഛൻ്റെ കൺമുന്നിൽ. തിരക്കിൽ വീണുപോയ 7 വയസ്സുള്ള മകളുടെ തലയിൽ ആണി തുളച്ചു കയറുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന അച്ഛൻ വിറയ്ക്കുന്ന കൈകൾ കുപ്പിയാണ് സംസാരിച്ചത്. വീണുപോയവരെ സഹായിക്കാൻ പോലും ആരും എത്തിയില്ല. അപ്പോൾ ഇന്നലത്തെ ന്യൂഡൽഹിയിൽ നടന്ന ആ ഒരു ദുരന്തത്തിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് നേർക്കാഴ്ച പേജിൽ. റൈറ്റ് സൈഡിൽ ആയിട്ട് നിലപാടിൽ ഉറച്ച് തരൂർ, നല്ല കാര്യങ്ങൾ അംഗീകരിക്കും, പറഞ്ഞത് സ്റ്റാർട്ടപ്പുകളെ പറ്റി, രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, മുന്നേറ്റത്തിന് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടി എന്നതിൽ അഭിമാനം. തരൂരിനെ വിമർശിക്കാതെ കെ. സുധാകരൻ, തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡും.
ഇത്തവണയും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് വന്നേക്കും. പ്രസരണ ശൃംഖലകൾ നവീകരിച്ചില്ല, ഒരുക്കമിഴയുന്നു. അപ്പം നമുക്ക് പ്രഖ്യാപിത ലോഡ് ഷെഡിങ് ഇല്ലെങ്കിൽ അപ്രഖ്യാപിത, കാരണം പറയാതെ കറണ്ട് പോകും. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് ഈ പ്രാവശ്യവും ഉണ്ടാകുമെന്നും. ഓരോ പ്രാവശ്യവും ലോഡ് ഷെഡിങ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ലോഡ് ഷെഡിങ് ഇല്ലാതെ തന്നെ പല സമയത്തും കറണ്ട് കളയുന്നുണ്ട്. വർത്തമാനം പേജിൽ 10ാമത്തെ പേജാണ്. വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികൾക്ക് യാത്രാമൊഴി. പോത്തൻകോട് മോഹങ്ങൾ. പൂവണിന് മുമ്പേ അപ്രതീക്ഷിതമായി വന്ന പോത്തൻകോട് ഐരൂപ്പാറ ദിവ്യാഭവനി ജി ദിലീപ് 40 വയസ്സ്, ഭാര്യ നീത 30 വയസ്സ് എന്നിവരുടെ അപകട മരണം. 2 പേർക്കും അടുത്തടുത്താണ് വിശ്രമത്തിന് ബന്ധുക്കൾ സ്ഥലം ഒരുക്കിയത്. വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികളെക്കുറിച്ചുള്ള വാർത്തയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നുണ്ട്. സെക്കൻഡ്. ഞണ്ടൂർ കോണത്താണ് ബൈക്കുകൾ മുട്ടി മരിച്ചത്. ഇന്നലെ നമ്മൾ ആ വാർത്ത മെനഞ്ഞാന്ന് പറഞ്ഞതാണ്. ജീവൻ എടുത്തത് അമിതവേഗം. 2 പേർ ഗുരുതരാവസ്ഥയിൽ, 2 യുവാക്കൾ ഗുരുതരാവസ്ഥയിലുമാണ്. അമിത വേഗത്തിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം സൂക്ഷിച്ചിട്ട് കാര്യവുമില്ല. റിബൺ കഴുത്തിൽ കുരുങ്ങി 11 വയസ്സുകാരി മരിച്ചു. പൗടിക്കോണത്തും റിബൺ കഴുത്തിൽ കുരുങ്ങി നിലയിൽ കണ്ടെത്തിയ 11 വയസ്സുകാരി ആശുപത്രിയിൽ എത്തിച്ചു മരിച്ചു. യുവാവിനെ മർദ്ദിച്ച സംഭവം 3 പേർ പിടിയിൽ. കമാനം പൊളിക്കുന്നതിനിടെ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് വ്യാപക നുഴഞ്ഞുകയറ്റം. ലേബർ ക്യാമ്പുകൾ റെയ്ഡ്. 54 കേസ്. നുഴഞ്ഞുകയറ്റം വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി. ഇതെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. കാരണം കേരളം തീവ്രവാദികളുടെ കയ്യിലായി പോകുമോ എന്ന് നമ്മൾ സംശയിക്കണം. ഇവിടുത്തെ തിരിച്ചറിയൽ കാർഡോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് നോക്കുന്നില്ല. ബംഗാളിൽ പോലീസ് സ്റ്റേഷൻ വെടിവയ്പ് കേസിലെ പ്രതി തലസ്ഥാനത്ത് ഒളിവിൽ. കൊള്ളാം, നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്ത് ഒളിവിലാണെന്ന് ബംഗാളിൽ പോലീസ് സ്റ്റേഷൻ വെടിവയ്പ് കേസിലെ പ്രതിക്കായി വ്യാപക തെരച്ചിൽ, പിടികൂടാനായില്ല. അതാണ് റൈറ്റ് സൈഡിലെ ടോപ്പ് ന്യൂസ്. താഴെ മെഡിക്കൽ കോളേജ് ആശുപത്രി റേഡിയേഷൻ ഉപകരണം പ്രവർത്തനരഹിതം. രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുന്നതായി പരാതി. അതിനകത്തും സർക്കാരിൻ്റെ കറപ്ഷൻ ഉണ്ടോ എന്ന് തിരക്കണം. കാരണം ഇവിടെ പ്രവർത്തനരഹിതമായിട്ട് ഇത് അറിയിക്കാതിരുന്നതാണോ, അത് അറിയിച്ചിട്ടും റെഡിയാക്കാതിരിക്കുന്നതാണോ, അതിനകത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടോ, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങൾ 3 പൈസ കൊടുത്തോണം പുറത്ത് പോകാൻ. അതും പുറത്ത് പോകാൻ തന്നെ വീണ്ടും കൊണ്ടുപോകണം. അതവിടെ നിൽക്കട്ടെ. ഓക്കെ. വിദേശ ടൂർ പാക്കേജ് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പരാതി കേസെടുത്തു. മണിയാർ പദ്ധതി കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നെന്ന് രമേശ്. മദ്യപിക്കാൻ സമ്മതിക്കാത്തതിന് ബാർബർ ഷോപ്പ് ഉടമയ്ക്ക് മർദ്ദനം, പ്രതി അറസ്റ്റിൽ. നല്ല കാര്യം. വീട്ടിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തിയതായി പരാതി. അത്രയും വാർത്തയാണ്. അഭിശ്വരി. ഇത് നമ്മളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരുടെ വാർത്തയാണ്. ശേഷം നമ്മളുടെ 12ാമത്തെ പേജ് സ്പോർട്സ് പേജാണ്. രഞ്ജി ട്രോഫി സെമി ഫൈനലുകൾ ഇന്നു മുതൽ. കേരളം, ഗുജറാത്ത്, വിദർഭ, മുംബൈ. അപ്പം റൺ കേരള റൺ രഞ്ജി ട്രോഫി നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് സെമി ഫൈനലാണ്. കേരളവും ഗുജറാത്തും വിദർഭയും മുംബൈയുമായിട്ടാണ് മത്സരിക്കുക. ഈജിപ്തിൽ നിന്നൊരു സൂപ്പർ താരം സലാല. മുംബൈ ഏറ്റവും മുകളിൽ ടോപ്പിലൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ മുംബൈ ഇന്ത്യൻസിൽ. രഞ്ജി ട്രോഫി, ലീഗ് ഫുട്ബോൾ, ഇന്നത്തെ കാര്യങ്ങളാണ്. സെമി ഫൈനൽ, പിന്നെ IPL ലീഗ് ഫുട്ബോളെല്ലാം ഉണ്ട്. ഇന്ന് നാഗ്പൂരിലാണ് മുംബൈ വിദർഭ. കോച്ചിനെ പുറത്താക്കി ഗോകുലം. സഹപരിശീലകൻ DA രഞ്ജിത്തിന് ചുമതല. വാഡ്മോറിൻ്റെ വഴി അമി ഹുറേസിയ. അനായാസം ഗുജറാത്ത്. വിക്കറ്റ് നേടി ഗുജറാത്ത് സ്പിന്നർ പ്രിയ മിശ്രയെ അഭിനന്ദിക്കുന്ന സഹതാരങ്ങൾ. UPക്കെതിരെ ഗുജറാത്തിന് 6 വിക്കറ്റ് വിജയം. അപ്പോൾ ഇന്ന് ഗുജറാത്തും കേരളയുമായിട്ടാണ്. ചാമ്പ്യൻസ് ട്രോഫി ടീം പരിചയത്തിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്. ബെസ്റ്റ് ഓഫ് ആഫ്രിക്ക. ചാമ്പ്യൻസ് ട്രോഫി ഇനി 2 ദിവസമുള്ള ഉണർവ് തേടി ഇംഗ്ലണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കന്നി കിരീടം തേടി ഇംഗ്ലണ്ട്. ആ ഒരു ന്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉദ്ഘാടന മത്സരം കൽക്കത്ത. IPL മാർച്ച് 22 മുതൽ. എപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് IPL തുടങ്ങുക. ഇപ്രാവശ്യം അതുപോലെയൊക്കെ തന്നെ. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത, ബംഗളൂരു. ഈസ്റ്റ് ബംഗാളിന് വിജയം. ഒരു ചെറിയ ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പോർട്സ് പേജ്. നെക്സ്റ്റ് ബിസിനസ് പേജാണ്. വരുമാനം 12 ലക്ഷം രൂപയിൽ കൂടിയാലും റിബേറ്റ് ആനുകൂല്യം. നികുതി ഘടനയിലെ മാറ്റവും ആനുകൂല്യവും പുതിയ നികുതി സമ്പ്രദായത്തിലുള്ളവർക്കും മാത്രം. സായിപ്പിൻ്റെ ചങ്കിൽ ഇടിവെട്ടി ചൈന. വിൽപ്പന സമ്മർദ്ദ വിപണി വിഷമസന്ധിയിൽ. ആ ഒരു ന്യൂസാണ്. ഇത്രയും ന്യൂസാണ് ബിസിനസ്സിലുള്ളത്. അപ്പം വരുമാനം 12 ലക്ഷം രൂപ കൂടിയാലും റിബേറ്റ് ആനുകൂല്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 12 ലക്ഷം വരെ ആണല്ലോ ടാക്സിൻ്റെ ആദായ നികുതിയുടെ
പരിധി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്തയാണ്. താഴെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത മുൻനിർത്തി സാമ്പത്തിക നയം രൂപീകരിക്കണം എന്നുള്ള കാര്യമാണ്. ഹരിത പോരാളികളായ ഉദ്യോഗസ്ഥരെ തേടി സർക്കാർ ഓഫീസുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കും. ഫ്രഞ്ച് സിനിമകളുടേത് വലിയ സംഭാവന അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ലോക സിനിമയുടെ വളർച്ചയ്ക്ക് ഫ്രഞ്ച് ചലച്ചിത്ര പ്രവർത്തകരും സിനിമകളും നൽകിയ സംഭാവന വലുതെന്ന് ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ. അലയോൺസ് ഫ്രാൻസിസും ബാനർ ഫിലിം സൊസൈറ്റിയും ചേർന്ന് നടത്തിയ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MF തോമസ് അധ്യക്ഷനായ അലയോൺസ് ഫ്രാൻസിസ് ഡയറക്ടർ മാർഗോ മിഷോ വിശിഷ്ടാതിഥി, കൾച്ചറൽ കോർഡിനേറ്റർ ഇവ ബാനർ ഫിലിം സൊസൈറ്റി സെക്രട്ടറി ബിജു, ജോയിന്റ് സെക്രട്ടറി സന്ദീപ് സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. 4 ഫ്രഞ്ച് ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. മുക്കുന്നിമലയിൽ മാലിന്യത്തിന് തീപിടിച്ചു. ഇത്രയാണ് പേജിലുള്ളത്. അടുത്ത അവസാനം പഠിപ്പുരയാണ്, കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ നെക്സ്റ്റ് വാർത്തയായിട്ട് വരുന്നവരെ നാളത്തെ ന്യൂസ് പേപ്പറുമായിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.